വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വേറൊന്നല്ല, ബ്ലൂബെറിയുടെ ഒരു അടിപൊളി കേക്കാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ റിക്വസ്റ്റ് ഉള്ളത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതായത് 250 കപ്പില് 1 കപ്പും, അതുപോലെ തന്നെ 1/4 കപ്പ്, 1/4 കപ്പിന്റെ 1/4 കപ്പ് കാണാൻ നമുക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് കേട്ടോ അളന്നെടുക്കണത്. 4 ടേബിൾ സ്പൂണാണ് 1/4 കപ്പ് എന്ന് പറയുന്നത്. എന്റെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അപ്പൊ ഞാൻ 4 ടേബിൾ സ്പൂൺ ആയിട്ടാണ് അളന്നെടുക്കണത്. 1.25 കപ്പ് മൈദയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് സീവ് ചെയ്യാം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തേക്കും എത്താനായിട്ട്. ലംസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ലംസ് അതുപോലെ തന്നെ ആ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ പോർഷനിലേക്കും നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒന്നില്ലെങ്കിൽ താന്നു പോകും, അല്ലെങ്കിൽ കട്ടി കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയില്, പിന്നെ ഉള്ളത് ഒരു 1/2 കപ്പ് പയ്യെ ചൂടുള്ള, അതായത് ഇളം ചൂടുള്ള മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പൊ എഗ്ഗ് ആദ്യം സെപ്പറേറ്റ് ചെയ്യാം. എഗ്ഗ് ബീറ്റിയുടെ മുൻപ് ഓവൻ ഒന്ന് 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ 3 എഗ്ഗും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച, അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചതാണ്. അതായത് പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് എഗ് വൈറ്റ് ആയിട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്യാം. എഗ് യോക്കിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അത് ഒറ്റയടിക്ക് ആഡ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ പാലും ഓൾട്ടർനേറ്റ് ആയിട്ട് എപ്പോഴും ചെയ്യണ പോലെ തന്നെ പാലും ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് മിക്സ് ചെയ്ത് പോണത്. പാലിന്റെ മിക്സിൽ നിന്നും കുറച്ച്, പാലിന്റെ മിക്സ് അല്ല, പാലിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്. പിന്നെ ഞാനത് ബ്ലൂബെറിയുടെ എസൻസ് ആണ് ഇവിടെ എടുത്തേക്കണത്. അതിന്റെ റേറ്റ് വരുന്നത് ഒരു 79 രൂപ, 80 രൂപയോളം ആണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രഷ് വാങ്ങിച്ചാലും മതി. ഇതാവുമ്പോ ഒരു 1/2 ടീസ്പൂൺ ഇടാം. ക്രഷ് ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം എന്തി വരും. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് അല്ല, ബ്ലൂബെറിയുടെ എസൻസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാലിന്റെ മിക്സിലേക്കാണ് കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. പാലിലേക്ക് ഇട്ട് കൊടുത്തേക്കണം. ഇനി ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസും ഓയിലും ഈ പാലും ഒക്കെ കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഫുള്ളായിട്ട്. ഇത് നല്ല റഫാണ്. നമുക്ക് എഗ് വൈറ്റിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ലൂസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ബീറ്റ് ചെയ്ത് ലൂസ് ആക്കരുത്. എഗ് വൈറ്റ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ ലൂസായി പോവരുത്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. താഴത്തുനിന്ന് എപ്പോഴും ഇതാക്കി എടുക്കാട്ടോ, അല്ലാതെ എനിക്ക് താഴത്ത് ഇങ്ങനെ അടിഞ്ഞ് കിടപ്പുണ്ടാവും. ഇതുണ്ടോ? ഓക്കെ, ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒരു 8 ഇഞ്ചിന്റെ പാനായിട്ട് എടുത്തതാണ് മോൾഡ്. അപ്പൊ ഒരു 1 kg അപ്പൊ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാറ്റർ ഓവനിലേക്ക് സെന്ററിലേക്ക് ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് ടൈം ഞാനൊരു 30 മിനിറ്റ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബേക്ക് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ ഇട്ടാൽ മതി. ആദ്യം ഒരു 30 മിനിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാറിയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. പയ്യെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. 3 ലേയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഡീമോൾഡ് ചെയ്തെടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ലെയർ ചെയ്യാന്നുള്ളതാണ്. ലെയർ ചെയ്യാം. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ലെയേഴ്സും ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ലെയർ ചെയ്തൊക്കെ വെച്ച് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനോട് ഫിയോണയുടെ ക്രീം എടുത്തേക്കണം, വിപ്പിംഗ് ക്രീം. അതൊരു 1 കപ്പ് എടുക്കാം. ഒരു 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒന്നില്ലെങ്കിൽ ഐസിങ് ഷുഗർ അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഈ പഞ്ചസാരയുടെ ഒക്കെ തരി ഉണ്ടെങ്കിലും പൊടിയാണ്ടൊക്കെ എടുപ്പുണ്ടെങ്കിലും ക്രീം പെട്ടെന്ന് ലൂസായി പോകട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഐസിങ് ഷുഗർ അല്ല, പൗഡർ ഷുഗർ ആണ്, പൊടിച്ച പഞ്ചസാരയാണ്. അതൊരു 1-2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബ്ലൂബെറിയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 2-3 ഡ്രോപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ. വാനില അല്ല, ബ്ലൂബെറിയുടെ എസെൻസ്. എപ്പോഴും വാനില എന്നാണ് വായിലുള്ളൂ. ബ്ലൂബെറിയുടെ നേരത്തെ എടുത്ത എസെൻസ് തന്നെ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് എടുക്കാം. നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലൂബെറി, സ്ട്രോബെറി അതേപോലത്തെ ബെറീസിന്റെ ഒക്കെ കേക്കുകൾ നല്ല യുണീക്ക് ആയിട്ടുള്ള കേക്കാണ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല സ്ട്രോബെറി ഒക്കെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എന്നാലും ഒന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ക്രീം വെച്ച് കൊടുക്കാണ്. ഇതിപ്പോ എസെൻസ് ഒഴിച്ചില്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമില് ഈ ഒരു ടൈമില് നമുക്ക് ഇതിന്റെ മേളില് ബ്ലൂബെറിയുടെ ക്രഷ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ. നല്ല ഫ്രഷ് ബ്ലൂബെറീസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് കിട്ടുമെന്നുള്ളവരാണെങ്കിൽ അതൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ എപ്പോഴും നമ്മൾ ഒരേ കേക്ക് തന്നെ ട്രൈ ചെയ്തതിൽ കാര്യമുണ്ടോ. യുണീക്ക് ആയിട്ടുള്ള കേക്കുകൾ ട്രൈ ചെയ്യണം എപ്പോഴും. നെക്സ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാലില് ഈ ബ്ലൂബെറിയുടെ സിറപ്പോ അല്ലെങ്കിൽ ക്രഷോ അല്ലെങ്കിൽ എസെൻസോ ആഡ് ചെയ്തിട്ട് ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പുളിപ്പൊന്ന് ചിലവർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ട് തന്നെ വെറ്റാന്ന് വിചാരിച്ചത്. നിങ്ങൾ ചെയ്ത കേക്കുകളുടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ്സ് ഒക്കെ നിർബന്ധമായിട്ട് നമുക്ക് കമന്റ് ചെയ്യാം. അപ്പോഴാണ് നമുക്കും ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഒക്കെ വരുള്ളൂ. അപ്പൊ ഇത് ഒരു ഹാർട്ട് ഷേപ്പ് ആക്കി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാണ് ചെയ്യണത്. അന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. മോൾഡിൽ ചെയ്താലും കിട്ടും, പക്ഷെ അതിലും നല്ല പെർഫെക്ഷൻ എനിക്ക് തോന്നിയേക്കണത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ്.
അങ്ങനെ സെക്കൻഡ് ലെയറിന്റെ പണിയും കഴിഞ്ഞു. ഇനി തേർഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. മേളത്തെ ആ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ്സും. അപ്പൊ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ അളവില്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിനായിട്ട് കിട്ടും. അപ്പൊ ഇനി ഒന്ന് കട്ട് ചെയ്യാം. സാധാരണ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യട്ടെ, അതായിരിക്കും കൂടുതൽ നല്ലത്. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും അതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ കട്ട് ചെയ്യാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നത്. ഇനി നമ്മൾ വെക്കണ പോർഷനിൽ ഇതാ ഇവിടെ ആയിട്ട് ഇച്ചിരി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാണ്ടെങ്കിൽ അത് അവിടെ ഫിക്സ് ആയിട്ട് ചിലപ്പോൾ അങ്ങാടി കിടക്കാൻ അനങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഈ സൈഡിലിരുന്ന് ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ സൈഡിലിരിക്കുന്നതും ഇങ്ങോട്ട് കയറ്റി വെക്കാം. ആരും ചോദിച്ചായിരുന്നു ബിഗിനറിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര പാടില്ലായിരുന്നു. ഒരു പാടില്ല. ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണേനൊന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതിന്റെ സെന്റർ വെച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കാം. ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഫൈനലായിട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ അടിയിൽ ഞാൻ എന്താ ഇതുപോലെ അത് വേണമെങ്കിൽ ചെയ്തു തീട്ടാ. എനിക്കിങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്ട് ഇങ്ങനെയാണ്. അടിയിൽ നിന്നൊന്ന് കളയുന്നുണ്ട്. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ ഒരു മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. താഴെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി വേണമെങ്കിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാതെങ്കിൽ ഡയറക്റ്റ് നല്ല രീതിയിൽ തന്നെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഞാൻ ഇന്ന് ക്രം കോട്ടൊന്നും ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാണ്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോ സൈഡിലും മേളിലൊക്കെ നല്ല രീതിയിലൊന്ന് ക്രീം വെച്ചെടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. സൈഡിലൊക്കെ ഒന്ന് ആക്കിയെടുക്കാണ്. നമുക്ക് മേളിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഷാർപ്പ് എഡ്ജല്ല. എഡ്ജസ് മേളില് താഴേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാണ്. എന്നിട്ട് ബാക്കിയുള്ള ക്രീം എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മനസ്സിലായി ആ താഴെ എന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞെന്നുള്ളത്. ചെയ്യണവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഷാർപ്പ് എഡ്ജ് കിട്ടിയിട്ട് എത്രയും ചെയ്തിട്ട് ശരിയാവുന്നവർക്കൊക്കെ ഈ ഒരു ടൈപ്പിൽ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഷാർപ്പ് എഡ്ജും വേണ്ട, നല്ല കേക്കും ആവും. ക്രീം ഇട്ടിട്ട് ഒന്നോടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്ത് പോവാട്ടോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതായിക്കോളും. മറ്റേ പോലെ ഷേപ്പ് തീർക്കുന്നതിനേക്കാൾ ഇച്ചിരി പണി കൂടുതലാണ് ഇങ്ങനെ ചെയ്യണേന്. എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമല്ലോ. ഏകദേശം ഒക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഒന്നോടൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനേ ഉള്ളൂ. ഞാൻ മേളിൽ കുറച്ചുകൂടെ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇച്ചിരി കളർ തോന്നുന്നുണ്ട് നിങ്ങക്ക്. കുറച്ചുകൂടെ എസെൻസ് ആഡ് ചെയ്ത്, കളർ ഒന്നും ആഡ് ചെയ്തിട്ടുള്ള എസെൻസ് തന്നെയാണ് ആഡ് ചെയ്തേക്കണത്. എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ ക്രീം എനിക്കൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താണ് നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പൊ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എന്റെ മേള് നമുക്ക് ഗ്ലേസ് അല്ലെങ്കിൽ ഗനാഷ് എന്താണ് ഒഴിച്ചെടുക്കണേ വെച്ചാൽ എന്ത് ഒഴിച്ചെടുക്കാന്നാണെങ്കിലും കേക്ക് നല്ല തണുപ്പ് വേണം. ഇപ്പൊ ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തണുപ്പ് ആക്കി എടുക്കണം. ഞാനിപ്പോ ഫ്രീസറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കിപ്പോ തന്നെ ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാൻ പോവാണ്. ഞാനിവിടെ ബ്ലൂബെറിയുടെ ഗ്ലേസ് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു ഗ്ലേസ് ആണ് വാങ്ങിച്ച് മേളിൽ ടോപ്പിൽ ആഡ് ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് സാധാരണ നമ്മൾ മറ്റേ വീഡിയോയിൽ കാണിച്ച പോലെ ഗ്ലേസ് ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ എന്താണ് പറയാ മിറർ ഗ്ലേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു കളർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലേവർ ആഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പൈപ്പിംഗ് ജെൽ ഉണ്ടാക്കിയില്ലേ, ആ ഒരു കോൾഡ് ഗ്ലേസ് ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഈ എസൻസ് ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ആഡ് ചെയ്തിട്ടും ടോപ്പിങ്ങിലും കൊടുക്കാം. ഈ ഗ്ലേസ് നന്നായിട്ട് ഇച്ചിരി തിക്കായിരിക്കും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഇത് ഒന്ന് ഇളക്കി ഒന്ന് ഇച്ചിരി ലൂസാക്കി കൊടുക്കാം. അതാ കണ്ടോ, ഗ്ലേസ് നന്നായിട്ട് നമ്മൾ ഇളക്കി ഇച്ചിരി ലൂസാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആവുള്ളൂ. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 130 റുപ്പീസ് എന്താണ് 200 ഗ്രാമിന് കേട്ടോ. നമുക്ക് നന്നേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ നോക്കണില്ല. സ്പാച്ചിൽ വെച്ച് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. സൈഡിലും കൊടുക്കാം. സൈഡിലൊക്കെ ഒന്ന് പെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് എന്താണ് എല്ലായിടത്തും ആക്കി എടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഈ സ്പാച്ചിൽ വെച്ചിട്ട് മേളിലത്തെ പോർഷൻ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു തവണ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആകെ പാടുകളൊക്കെ വരും. ഈ സൈഡ്സും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം. ടോപ്പിൽ നമ്മള് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ബ്ലൂബെറിയുടെ അടിപൊളി കേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടമാണവർക്ക് നല്ല ടേസ്റ്റ് ഉള്ള നല്ല സ്മെല്ലാണ് ആ ബ്ലൂബെറിയുടെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരികളിലേക്ക് തന്നെ വരാൻ ഷെയറും ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.